ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന കുറഞ്ഞ ചേരുവ വെച്ച് റെഡിയാക്കി എടുക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് സ്നാക്കായിട്ടും ഉപയോഗിക്കാം. ഞാനൊരു 6 പീസ് ബ്രെഡാണ് എടുത്തത്, അതിവിടെ മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് മുട്ടയാണ്. പുഴുങ്ങി എടുത്തിട്ടുള്ള 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 6 പീസ് ബ്രെഡ് എടുക്കുമ്പോൾ 4 മുട്ട കറക്റ്റ് പാകമാണ് കേട്ടോ. അപ്പോൾ ഈ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം നല്ല പനിയായിരുന്നു കേട്ടോ. ഭയങ്കര പനിയായിരുന്നു, അത്രക്കും നല്ല പനിയായിരുന്നു. അതേപോലെ തന്നെ തൊണ്ടവേദനയും കഫക്കെട്ടും ചുമയും ജലദോഷവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആകെ ടയേർഡായിരുന്നു. അതുകൊണ്ടാണ് വോയിസ് ഓവറൊന്നും കൊടുക്കാനൊന്നും പറ്റൂല. അത്രയും വർത്തമാനം പറയുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് നല്ല ചുമ വരും, അങ്ങനത്തെ രീതിയിലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. അപ്പോൾ അത് 2 സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി 2 ടേബിൾ സ്പൂൺ വരുന്ന ഒരു ബട്ടർ ഒരു പാന് ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 പച്ചമുളകും ചെറുതാക്കി കട്ടാക്കിയതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം 1 ടീസ്പൂൺ വരുന്ന എന്താ പറയുക ചുവന്ന മുളക് ഒന്ന് ക്രഷ് ആക്കിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ സവാളയൊന്ന് കട്ടാക്കി അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം പാടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള ഞാൻ ചെറുതായതുകൊണ്ട് 2 എടുത്ത്, വലുതാണെങ്കിൽ 1 എടുത്താൽ മതി കേട്ടോ. ഈ ഒരു 4 മുട്ട 6 ബ്രെഡിൻ്റെ കണക്കിന്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട ഒരല്പം ഉപ്പ് ചേർത്തിട്ടാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഉള്ളിലേക്കൊക്കെ ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ഇങ്ങനെ മൂത്ത് ചുവന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് കയ്യിലില്ലെങ്കിൽ ഒരു തക്കാളി നല്ല കുഞ്ഞാക്കി കട്ടാക്കും കേട്ടോ. അങ്ങനെ ചേർത്താലും മതി, അല്ലെങ്കിൽ ഒന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ. എന്നിട്ട് ഇതെല്ലാം പാടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരുന്ന മല്ലിയില കൂടി ഒന്ന് ചെറുതായിട്ട് കട്ടാക്കിയത് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ നേരത്തെ മുട്ടയുടെ ആ മഞ്ഞ പോർഷൻ മാറ്റി വെച്ചത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആ വെളുത്ത പോർഷൻ മാറ്റി വെച്ചത് അതുകൂടെ ഒന്ന് കട്ടാക്കി എടുക്കാം. നല്ല കുനുകുന ചെറുതാക്കി കട്ടാക്കുകയാണെങ്കിൽ അങ്ങനെ കട്ടാക്കി എടുക്കും കേട്ടോ. അതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ കട്ടാക്കി എടുത്തിട്ടുള്ളത്. ഇങ്ങനെ കട്ടാക്കി എടുത്താൽ മതി. ഇനി ഇതിൽ കുഞ്ഞാക്കി കട്ടാക്കാമെങ്കിൽ പറ്റുമെങ്കിൽ അങ്ങനെയും കട്ടാക്കി എടുക്കാം കേട്ടോ. ഇനി ഇത് നമ്മൾ ആദ്യമേ ഇവിടെ മിക്സാക്കി വെച്ചിട്ടുള്ള മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മുട്ടയും ഉള്ളിയൊക്കെ റെഡിയാക്കിയില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം പാടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. നമുക്ക് ഇനി കുറച്ച് പുളി വേണമെങ്കിൽ നാരങ്ങയുടെ നീര് ചേർക്കാവുന്നതാണ്. ഇതുപോലെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വരുന്ന ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിൽ യൂസ് ആക്കാം കേട്ടോ. ബട്ടർ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ്. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് എടുക്കാം, എണ്ണയൊന്നും എടുക്കണ്ട. നെയ്യോ ബട്ടറോ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡിൽ നിന്ന് 1 പീസ് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫില്ലിങ് നിങ്ങൾക്ക് എത്രയാണോ ഫില്ലിങ് വെക്കേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. കൂടുതൽ വെക്കണമെങ്കിൽ കൂടുതൽ വെക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് മയോണൈസൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ചേർത്താലും ടേസ്റ്റ് കൂടുകയുള്ളൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും ചേർത്ത് കഴിഞ്ഞാൽ. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് 1 പീസ് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചീസ് വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെ കുറച്ച് ചീസ് മതി, അതുകൊണ്ടാണ് കുറച്ച് വെച്ച് കൊടുത്തത്. ഇതിൻ്റെ മുകളിൽ കൂടി ഒരു ബ്രെഡ് വെച്ചതിന് ശേഷം ബട്ടർ ഒന്നാക്കി കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ടാവും, അപ്പോൾ തിരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. ഞാൻ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുത്തത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതേപോലെയുള്ളത് ബാക്കിയുള്ളത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ടൊന്ന് അമർന്ന് യോജിച്ച് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതിവിടെ മുഴുവനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ 4 മണിക്ക് കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ
ചായക്കൊപ്പം കഴിക്കാൻ കൊടുക്കാനും നല്ലതാണ്. അല്ലെങ്കിൽ ഇത് എന്താ പറയുക 10 മണിക്ക് സ്നാക്കൊക്കെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് അങ്ങനെയും കൊടുത്തയക്കാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കാനും മറക്കരുത് കേട്ടോ. കുറേ ദിവസമായി വീഡിയോ ചെയ്യാത്തതിൻ്റെ ബുദ്ധിമുട്ടെല്ലാം ഉണ്ട് കേട്ടോ, ചാനലിലുണ്ട്. അപ്പം എല്ലാ കൂട്ടുകാരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവ മാത്രമാണ്, എന്നാൽ നല്ല ടേസ്റ്റും നല്ല സിമ്പിളുമാണ്, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനും ഒരു ലൈക്ക് തരാനും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.